ഇശലായി നീയെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മക്കളെ കിട്ടിടാ കിട്ടി. ഇഷൽ ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ഫ്ലാറ്റിനുള്ളിലേക്ക് അതും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിക്കയറുമ്പോൾ കാർത്തിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ട്. എന്താടാ എന്തു പറ്റി? അവന്റെ ആ വരവ് കണ്ടിട്ട് നവീൻ അമ്പരപ്പോടെയാണ് ചോദിക്കുന്നത്. ഹിഷാമയുടെടാ. കിതപ്പോടെ കാർത്തി അവനോട് തിരിച്ചു ചോദിച്ചു. അവൻ കിച്ചണിൽ കോഫി ഉണ്ടാക്കുക. നവി കിച്ചന് നേരെ ചൂണ്ടി. നീ കാര്യം പറയടാ കാർത്തി. അവന്റെ ആ നിൽപ്പോ ആവേശവും എല്ലാം കണ്ടപ്പോൾ കാര്യമായിട്ടെന്തോ പറയാനുണ്ടെന്ന് നവീനും തോന്നി. വരട്ടെ നവി, ആദ്യം അവനോട് പറയട്ടെ ഞാൻ, അതാ അതിന്റെ ഒരു ഭംഗി. കാർത്തിയുടെ നോട്ടം കിച്ചന് നേരെയാണപ്പോൾ. ചേടാ എന്താ ഇപ്പൊ അതിനു മാത്രം വലിയൊരു കാര്യം? നവീൻ സംശയത്തോടെ കാർത്തിയെ തന്നെ നോക്കി നിന്നു. ആ നിമിഷം തന്നെയാണ് ആർക്കു മുന്നിൽ ആ കിച്ചൺ വാതിൽ കടന്നുകൊണ്ട് അവൻ ഇറങ്ങി വന്നു. ഹിഷാം അലി. ഇശൽ എന്ന ഗാനമേള ഗ്രൂപ്പിന്റെ അമരക്കാരൻ. അവൻ ഒറ്റൊരാളുടെ കഴിവിലും സമർപ്പണത്തിലും തുടങ്ങി ഒരു വൻ വിജയമായി തീർന്ന ഇശൽ ഗ്രൂപ്പ്. അതിന് അവന്റെ കൂടെയുള്ളവരാണ് കാർത്തിയും നവീനും പിന്നെ ആൽബിയും. പ്രധാന പാട്ടുകാരൻ ഹിഷാം തന്നെയാണ്. സ്വരം കൊണ്ട് അവൻ തീർക്കുന്ന താളത്തിന്റെയും ഈണത്തിന്റെയും മായാചാരത്തിന് ബാക്കിയുള്ള സംഗീത ഉപകരണങ്ങളുടെ ലയം കൂടി നൽകുന്ന ആശാന്മാർ കൂടിയാണ് നവീനും കാർത്തികും ആൽബിയും. 4 പേരും കൂടിയാ പിന്നെ അവിടെ ഒരു ഉത്സവത്തിന്റെ ആള് കൂടും. ന്യൂജൻ പിള്ളേർക്കിടയിലെ ഓളം ഉണ്ടാക്കിയ ഗ്രൂപ്പ്. എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ച് ശ്രമിക്കുമ്പോൾ സംഗതി വേറെ ലെവലായി പോകും. നിലവിൽ വരാനിരിക്കുന്ന 3-4 മാസങ്ങൾക്കുള്ളിൽ പോലും ഒരു ഫംഗ്ഷന് ഡേറ്റ് കൊടുക്കാനില്ലാത്ത വിധം തിരക്കിലാണ് അവരുടെ ഇശൽ ഗ്രൂപ്പ്. ഡോക്ടർ അലി അഹമ്മദിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഹിഷാം അലി. പാരമ്പര്യമായി തന്നെ കാശുള്ള വീട്ടിലെ അംഗം. മകൻ ഡോക്ടറായി തന്നെ കാണണമെന്നുണ്ടായിരുന്നു അലി ഡോക്ടർക്ക്. ആ വാക്ക് പാലിച്ചു കൊടുത്തതിന് ശേഷമാണ് ഹിഷാം തന്റെ ഇഷ്ടവും ഹൃദയത്തുടിപ്പുമായ സംഗീതത്തിനൊപ്പം യാത്ര ചെയ്തു തുടങ്ങിയത്. ഹൈസ്കൂൾ കാലം മുതൽ അവനൊപ്പം ഉണ്ടായിരുന്ന അവന്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളാണ് നവീനും കാർത്തിക്കും ആൽബർട്ടും. ഇൻഫോ പാർക്കിലെ ജോലി രാജിവെച്ചിട്ട് നവീൻ അവന്റെ അപ്പന്റെ ബിസിനസ്സിൽ നിന്ന് രാജിക്കത്ത് കൊടുത്തുകൊണ്ട് ഇറങ്ങി വന്ന ആൽബർട്ടും പിന്നെ ഗൾഫിൽ അത്യാവശ്യം വലിയൊരു കമ്പനിയിലെ ജോലി വിട്ട് പറന്നു വന്ന് ചേർന്ന കാർത്തിക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ ജന്മം കൊടുത്ത ഇശൽ ഗ്രൂപ്പ്. തുടക്കത്തിൽ യാതൊരു പുരോഗതിയുമില്ലാതെ മാസങ്ങളോളം മുന്നോട്ട് പോയ അതിന്റെ പേരിൽ അവരിനി കേൾക്കാനൊന്നും ബാക്കിയില്ല. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പിന്നെ പുറമേയുള്ള കൂട്ടുകാരിൽ നിന്നും ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും. പക്ഷേ അവരാരും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ഒരുമിച്ച് നിന്ന് പൊരുതി, ആത്മബലം കൊണ്ടും ഉള്ളിലെ സംഗീതം കൊണ്ടും. 4 വീട്ടുകാരും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ട് മുന്നേറിയെങ്കിലും ആ 4 പേരുടെയും സൗഹൃദത്തെയോ സംഗീതത്തെയോ അതിലൊരു വാക്കുപോലും സ്പർശിച്ചില്ല. അവരതുമായി തന്നെ മുന്നോട്ട് പോയി. ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്തു, സമയമെടുത്തുകൊണ്ടാണെങ്കിൽ പോലും. ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ഇശൽ. ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നാൽ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഇശൽ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അതിനേക്കാൾ ഏതൊരാളും ആഗ്രഹിക്കുന്ന പോലെ 4 ആൾ കൂടുന്നെടുത്തിരുന്നാൽ കിട്ടുന്ന സ്വീകാര്യത, ഒരിക്കൽ കുറ്റം പറഞ്ഞവർ തന്നെ പൊക്കിയടിക്കുന്ന കാണുമ്പോൾ കിട്ടുന്ന ലഹരി, അവരുടെ ഒഫീഷ്യൽ പേജിൽ വന്ന് നിറയുന്ന അഭിനന്ദനങ്ങൾ. മൊത്തത്തിൽ ടീം ഇശൽ കളറാണ്. കൂട്ടത്തിൽ ഹിഷാമിന് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. അവന്റെ പേര് കേട്ടാൽ മാത്രം തടിച്ചു കൂടുന്ന പെൺകുട്ടികളുടെ വലിയൊരു നിരയെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അവന് സമ്പാദിച്ചു കൂട്ടാൻ കഴിഞ്ഞു. ഈ കാര്യത്തിൽ നവീനും കാർത്തികും ആൽബിയൊന്നും ഒട്ടും പിന്നിലുമല്ല. അവരത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഹിഷാം അവർക്കൊപ്പമില്ല. ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ ഹൃദയം കവർന്നൊരു ചിരിയും സ്വരവും സ്വന്തമായിട്ടുള്ളവൻ. അനാവശ്യമായി അവൻ ആരോടും ഒന്നിനുമില്ല. ഇഷ്ടം പറഞ്ഞിട്ട് മുന്നിൽ വരുന്ന, മെസ്സേജിലൂടെ വരുന്ന, കോളിൽ വരുന്ന 100 കണക്കിന് പെൺകുട്ടികളോട് അവനൊരു സൗഹൃദത്തോടെ അവരുടെ ഹൃദയം കവരുന്ന ചിരിയോടെ തിരിഞ്ഞു നടക്കും. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അവൻ കൂട്ടുകാരോട് ഒട്ടും ചേർന്നു പോകാത്തതും. അവന്മാർ അവർക്ക് കിട്ടിയ സ്പേസ് പരമാവധി എൻജോയ് ചെയ്യുന്നവരാണ്. എന്നാലും അതിൽ വിട്ടൊന്നും ചെയ്യാറുമില്ല. കാരണം അവർക്കറിയാം, ഇന്ന് ഈ താങ്ങിക്കൊണ്ട് ആർപ്പ് വിളിച്ച് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർ തന്നെ തങ്ങളിൽ നിന്ന് നേരിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും പിന്നെ കൊന്ന് കൊലവിളി നടത്തുമെന്ന്. എന്താണ് കാർത്തി? അവന്റെ ആ നിൽപ്പ് കണ്ടിട്ടാണ് ഹിഷാം വരുന്ന വഴിയെ തന്നെ ചോദിച്ച്. കാർത്തി ആവട്ടെ അവനെ കണ്ട ആവേശത്തിൽ ഒറ്റ കുതിപ്പോടെ ഹിഷാമിനെ കെട്ടിപ്പിടിച്ചു. എടാ കോഫി! തന്റെ 2 കൈയിലുള്ള കോഫി കപ്പ് തുളുമ്പാതെ ഹിഷാം ബാലൻസ് ചെയ്തു. നവീൻ വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ടേബിൾ വെച്ചു. എന്താണ് കാര്യം? നീ കാര്യം പറഞ്ഞിട്ട് തുള്ളു മലരെ. നവീന് ദേഷ്യം വരുന്നുണ്ട്. അവൻ കാർത്തി ഹിഷാമിൽ നിന്ന് വലിച്ചു മാറ്റി. കിട്ടിയടാ കിട്ടി. കാർത്തി വീണ്ടും കയ്യിലെ പേപ്പർ ഉയർത്തി കാണിച്ചു. എന്ത്? ഹിഷാം അവൻ കാണിച്ചു കൂട്ടുന്ന കണ്ടിട്ട് ഒരു ചിരിയോടെ ചോദിച്ചു. എടാ ലക്ഷദ്വീപിലേക്ക് നമുക്ക് ഈശലീനവുമായിട്ട് പറന്നു ചെല്ലാനുള്ള ക്ഷണം, അതാണ് ഈ പേപ്പർ. അല്പം നാടകീയമായി അവനത് പറഞ്ഞ നിമിഷം തന്നെ അവനൊപ്പം നവീൻ കൂടി തുള്ളിച്ചാടി. ഹിഷാമ ഇതാണോ കാര്യം എന്നൊരു നിസ്സാരതയോടെ അവർ നോക്കിക്കൊണ്ടൊരു കപ്പ് കോഫിയുമായി സോഫയിലേക്ക് ഇരുന്നു. നീ ഇതെങ്ങനെ ഒപ്പിച്ചടാ മുത്തേ? നവീൻ കാർത്തി എടുത്ത് വട്ടം കറക്കിക്കൊണ്ടാണ് ചോദിച്ചത്. ഈ കാർത്തി എന്നാ സുമ്മാവാ? കോളറൊന്ന് പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അവൻ ഗമ കാണിക്കുമ്പോൾ ഹിഷാം ചിരിയോടെ തലയാട്ടി.
നിനക്കെന്താണ് ഇഷാമി ഒരു സന്തോഷമില്ലാത്ത? ആ ഒരു നേരം നോക്കിക്കൊണ്ട് നവീൻ ചോദിച്ചു. ഡാ മോനെ, ഉടക്കൊന്നും പറഞ്ഞേക്കല്ലേടാ. ഞാൻ ഒരുപാട് ഓടിപ്പാഞ്ഞ് നടന്നിട്ട് കിട്ടിയ അവസരം ഇത്, അത് നീ മറക്കരുത്. അവിടെ പോയി ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാന്നുള്ളത് എന്റെ സ്വപ്നാടാ. പിന്നെ അവിടുത്തെ ആ സ്ഥലം, അനാർക്കലി സിനിമ കണ്ടെന്ന് മുതൽ ആഗ്രഹിക്കുന്ന ലക്ഷദ്വീപിലൊന്ന് പോണെന്ന്. കാർത്തി ഓടി വന്നിട്ട് ഇഷാമിന്റെ അരികിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. വേണോടാ, അങ്ങോട്ടേക്ക് പോകണം. നമുക്കുള്ള ഇവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. ഇനിയിപ്പോ അവിടെയൊക്കെ പോയി എനിക്കെന്തോ. ഇഷാം നെറ്റി വിളിച്ചു. ആ ചങ്കി കുത്തുന്ന വർത്താനം പറയാതെ പറട്ടെ. ആ മുനീർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോട്ടാണല്ലോ അവസരം കാത്തിരിപ്പ ഞാൻ. എന്നിട്ടിപ്പോ എല്ലാം ഒത്തു വന്നപ്പോ അവന്റെ ഒടുക്കത്തൊരു ചാട. കാർത്തിക്കൊപ്പം തന്നെ നവിയും മുഖം വീർപ്പിച്ചു. എടാ അതിന് നീ ഇനി ഒന്നും പറയണ്ട. അടുത്ത 10-ന് നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഒരാഴ്ചത്തെ പാക്കേജാ. മുനീർ അവിടെ എല്ലാം സെറ്റ് ആയിക്കോളാന്നാ പറഞ്ഞ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം അവന്റെ ആളുകളാ. അവന് ഏറ്റവും ഉറപ്പ് പറയുമ്പോ പിന്നെന്ത് പേടിക്കാൻ? നീ ചുമ്മാ മോടാണിക്കാവുന്ന സമ്മതിച്ചാ മുത്തേ. ഒന്നുമില്ലെങ്കിൽ ഇത് ഞങ്ങളുടെ സ്വപ്നം കൂടിയല്ല വെച്ചാ. കാർത്തിക് കാര്യമായിട്ട് തന്നെ ഇഷാമിനെ മണിയടിക്കുന്നുണ്ട്. എടാ അതൊക്കെ വലിയ റിസ്ക് ആണ്. നീ ഒന്ന് കരുതുന്നവർ അത്ര സിമ്പിൾ അല്ല. ഹിഷാം വീണ്ടും പറഞ്ഞു. എന്ത് റിസ്ക്? അതൊക്കെ അറിയാൻ നീ മുന്നേ അവിടെ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇനി ഉടക്ക് പറഞ്ഞ് റിസ്ക് ഉണ്ടാക്കരുത് പ്ലീസ്. പിന്നെ ഈ റിസ്ക് ഒക്കെ എടുത്തിട്ട് തന്നെയല്ലേടാ ഇഷാമെ നമ്മൾ ഇവിടെ എത്തിയത് തന്നെ. അപ്പൊ പിന്നെ നീ റിസ്ക് ഇട്. എന്നിട്ട് നാളത്തെ പ്രോഗ്രാം കൂടി കഴിഞ്ഞ ശേഷം പോവാളെ പെട്ടി റെഡിയാക്ക്. നവീൻ ഗൗരവത്തോടെ പറഞ്ഞു. എടാ ആൽബി കൂടെ ഒന്ന് വിളിച്ചു പറയാതെ നിങ്ങളിങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്യല്ലേ? ഇഷാം വീണ്ടും അവരോട് പറഞ്ഞു. പിന്നെ അവനിപ്പോ നോ പറഞ്ഞു തന്നെ. എന്റെ പൊന്നി ഇഷാമേ, ഞങ്ങളെക്കാൾ ആവേശത്തിലാണ് നീ ഇപ്പൊ പറഞ്ഞ ആൽബി. ഇങ്ങനൊരു കാര്യം നമ്മളിന്ന് പറഞ്ഞാൽ മാത്രം മതി. അവൻ ഇന്നലെ തന്നെ പോകാൻ റെഡിയാവും. അവനൊക്കെ ഡബിൾ ഓക്കെയാ. ഇനി നീയായിട്ട്. കാർത്തികിന്റെ ദയനീയ നോട്ടം കണ്ടപ്പോൾ അതിൽ കൂടുതലൊന്നും പറയാൻ ഇഷാമിന് തോന്നിയില്ല. വിദേശത്തടക്കം ഒരുപാട് ഇടങ്ങൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. എല്ലായിടത്തുനിന്നും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഒരു സ്വീകാര്യതയും കിട്ടി. പക്ഷെ എന്തോ ഇവരീ പറഞ്ഞിടം അങ്ങോട്ട് ചെല്ലാൻ അവനൊരു സന്തോഷമില്ലായ്മ. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനൊരു വ്യക്തമായ കാരണങ്ങളുമില്ല. എന്നാലോ അവന്റെ ആവേശവും സന്തോഷം കൂടി തൂക്കി വാങ്ങിയ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള കാര്യങ്ങൾ വരെയും പ്ലാൻ ചെയ്യുന്ന കാർത്തിയും നവിയും. അവരുടെ ആ സന്തോഷത്തിന് നേരെ കണ്ണും പൂട്ടിയൊരു നോ പറയാൻ അതും അവനെ കൊണ്ട് പറ്റുന്നില്ല. അവർക്കിടയിലേക്കാണ് ആൽബി വന്ന് കയറിയത്. അവനെ കണ്ട ആ നിമിഷം തന്നെ അറിയാ നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകണ്ട എന്നൊരു പറച്ചിലോടെ കാർത്തി അവനെടുത്ത് പൊക്കി വട്ടം കറക്കി. ആദ്യം നമ്പരുന്ന് പോയെങ്കിലും ഇഷാമിന്റെ ആശങ്ക പോലൊന്നും ഉണ്ടായില്ല. കാർത്തിയേക്കാളും നവിയേക്കാളും പിന്നെ ആവേശം ചെക്കനായിരുന്നു. മൂന്നും കൂടി കാണിച്ചു കൂട്ടുന്ന കണ്ടപ്പോൾ ഇഷാം നേരത്തെ ഒരു ചിരിയോടെ അവരെ നോക്കിയിരുന്നു. അവർക്കൊപ്പം പോകാൻ മനസ്സുകൊണ്ടവൻ അപ്പോഴേക്കും തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു. ഒരാഴ്ചയായ ഒരുക്കത്തിലാണവർ. ഒടുവിൽ അവരുടെ ആ സ്വപ്നം പോലെ ലക്ഷദ്വീപിലേക്കുള്ള യാത്രയുടെ ദിവസം. അവിടെ എല്ലാം സെറ്റായിക്കൊണ്ട് മുനീർ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ തന്നെ മറ്റൊരു സൗഹൃദമാണ് മുനീർ. അവരുടെ അതേ നാട്ടുകാരൻ. അവൻ അവിടെയാണ് ജോലി. അവന്റെ കെയർ ഓഫിലാണ് അവരങ്ങോട്ട് പോകുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി തവണ യാത്ര പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യാസമുള്ള ഒരു അനുഭവമാണ് അവർക്ക് നൽകിയത്. കാർത്തിയും നവി ആൽബിയുമൊക്കെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നതിന്റെ ആഹ്ലാദത്തിലാണ്. കാണാൻ ആഗ്രഹിക്കുന്ന പല കാഴ്ചകളും കണ്ണിലേക്കും ഹൃദയത്തിലേക്കും ആവാഹിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴും മനസ്സോർന്ന് സന്തോഷിക്കാൻ കഴിയാത്ത ഹിഷാമിന് മാത്രമാണ്. എങ്കിലും അവരത് കൂട്ടുകാരെ അറിയിക്കാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടെയാണ് അവരവിടെ ചെന്നത്. മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെട്ട പോലൊരു ഫീലായിരുന്നു ആദ്യം. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുനീർ ഉറക്കെ പേര് വിളിച്ചുകൊണ്ട് ഓടി വന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കൂട്ടുകാർ ഒരുമിച്ച് കണ്ടതിന്റെ എല്ലാ സന്തോഷവും അവന്റെ മുഖത്തുണ്ട്. 4 പേരെയും അവൻ മാറി മാറി കെട്ടിപ്പിടിച്ചു. ഇവിടെ അടുത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ വീടിന്റെ ഔട്ട് ഹൗസിലാണ് നിങ്ങൾക്കുള്ള സ്റ്റേ. ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കിട്ടും. ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അവിടുത്തെ മൂത്ത മകൻ. 3 ആമക്കളാ അവര്. അവർക്കൊരു പെങ്ങളും. അവിടുത്തെ 2ാമത്തെ മകന്റെ വിവാഹം. അതിന്റെ ഫംഗ്ഷന് വേണ്ടിയാ നിങ്ങൾ വന്ന്. താമസ സ്ഥലത്തേക്കുള്ള യാത്രയിൽ തന്നെ മുനീർ അവിടെയുള്ളവരുടെ കാര്യങ്ങൾ മൊത്തത്തിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ആ പറയുന്ന ഏറെയും അവർക്ക് ക്ലിയർ ആവുന്നില്ല. എങ്കിലും അതപ്പോൾ പറഞ്ഞുമില്ല. പാട്ട് പാടാൻ വിളിച്ചു, വന്നു, അത് ചെയ്തിട്ട് പോകും, അത്ര തന്നെ. അതിനിടയിൽ അവന്മാര് ചോദിച്ചു വാങ്ങിയ 10 ദിവസം അതിവിടെ ചുറ്റിയാണെന്ന് കാണാനുള്ളതാണ്. കല്യാണ ഫംഗ്ഷൻ 3 ദിവസം ഉണ്ടെന്ന് മുനീർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. സായാഹ്നം, അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സായാഹ്നം അതാണെന്ന് പോലും ഇഷാമിന് തോന്നിപ്പോയി. അത്രയും സുന്ദരൻ. മടുപ്പോടെ അങ്ങോട്ടേക്ക് വന്നവൻ അവിടെ മുതൽ ചാർജായി തുടങ്ങിയിരുന്നു. അതുവരെ ഒന്നും മിണ്ടാതെ അവരുടെ എല്ലാം സംസാരം കേട്ടിരുന്നവൻ പിന്നെ അങ്ങോട്ട് മുനീറിനോട് ഓരോന്നൊക്കെ ചോദിച്ചു തുടങ്ങി കണ്ടിട്ടാണ് ബാക്കി 3 പേരും തലയാട്ടി ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കിയത്. കപ്പലിറങ്ങി 1/2 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് മുനീർ പറഞ്ഞിടത്തേക്ക്. ഇത് അത്യാവശ്യം വലിയ ടീമാണല്ലോടാ. ആ വീടിന്റെ ഗേറ്റ് കടന്നത് നവി അവന്റെ അഭിപ്രായം പറഞ്ഞു. അത് ശരിയാ, അത്രയും പ്രൗഢി ഉണ്ടായിരുന്നു ആ വീടിന്. അതിന് മുനീർ പറഞ്ഞു കേട്ട മറുപടിക്ക് അതിനേക്കാൾ പ്രൗഢിയുണ്ട്. അവരാ നാട്ടിൽ അറിയപ്പെടുന്ന പ്രമാണിമാരാണെന്ന്, അവരുടെ അനുവാദമില്ലാതെ അവിടെ നിന്ന് നടക്കില്ലെന്ന്. എന്തായാലും അവിടെ എത്തുമ്പോൾ നന്നായി ഇരുട്ടിയിരുന്നു. നാളെയാണ് അവിടെയുള്ള കല്യാണ ഫംഗ്ഷൻ. വൈകിട്ട് ഒരു 5 മണിയോടെ തുടങ്ങും. 10-11 മണിയൊക്കെ ആവുമ്പോൾ അവസാനിക്കും. അങ്ങനെ 3 ദിവസത്തോളം നീളുന്ന ചടങ്ങുകൾ.
ആ മനോഹരമായ ചടങ്ങുകളെ സംഗീതം കൊണ്ട് ആഘോഷമാക്കി നിറവിൽ പൊലിപ്പിക്കണം. അതാണ് ഈ ഷാമിനും കൂട്ടർക്കും കിട്ടിയ ടാസ്ക്. മുനീർ വളരെ കാര്യമായി തന്നെ അവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേട്ട് കേട്ട് പരിചിതമാവുക എന്നതിനേക്കാൾ കേട്ട് കേട്ട് ഭയം തോന്നുക എന്ന പോലെ ഈ കാര്യം. അവിടുത്തെ കൊടിവെക്കാത്ത രാജാവാണ് മണവാളൻ ചെക്കൻ. നിങ്ങളിങ്ങനെ പേടിച്ചുറക്കാ ചെക്കന്മാരെ. അങ്ങോട്ട് കയറിയുള്ള പ്രകോപനം ഉണ്ടാവാത്ത പക്ഷം ഇവിടെയുള്ള ഒരു പ്രശ്നക്കാരല്ല. പാട്ട് പാടാൻ വന്നു, അത് വൃത്തിയായിട്ട് ചെയ്യുക. പിന്നെ നീട്ടി കിട്ടിയ കുറച്ച് ദിവസം കൂടി ഇവിടെ ചുറ്റി നടന്നു കണ്ട് സ്ഥലം വിടുക. ദാറ്റ്സ് ഓൾ. താൻ അവരെ പറഞ്ഞു പേടിപ്പിച്ചു എന്നൊരു കുഞ്ഞു ടെൻഷനുണ്ട് മുനീറിനും. അതുകൊണ്ട് അവൻ ആ നിമിഷങ്ങളിൽ ആഗ്രഹത്തോടെ കാണാനും ശ്രമിച്ചു. ഔട്ട് ഹൗസ് എന്നൊക്കെ ഭംഗിക്ക് വേണ്ടി പറഞ്ഞെങ്കിലും അത് മനോഹരമായൊരു കുഞ്ഞു വീട് പോലെയായിരുന്നു. അത്രയും ആഡംബരത്തോടെ തന്നെ അതിന്റെ അത്തളങ്ങൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ആർക്കും അവിടെ ഒന്നിനൊരു കുറവുമില്ല. പക്ഷെ വലുതായൊന്നും ചുറ്റി നടന്ന് കാണാൻ അവരെ കൊണ്ടായില്ല. അത്രക്കൊണ്ട് യാത്രാക്ഷീണം. ഒറ്റമുറിയിലെ വലിയ ബെഡിലേക്ക് കുളിച്ചു വന്ന് അവർ ഓരോരുത്തരായി വീണുകൊണ്ടേയിരുന്നു. അന്ന് അവർക്ക് തുണിയായി മുനീറും അവിടെ തന്നെ നിന്നു. വൈകിട്ട് ഒരു 3 മണിയോടെ വീണ്ടും വീടുണർന്നു. വരുന്നവരുടെയും പോകുന്നവരുടെയും ബഹളങ്ങൾ. എന്തൊക്കെയോ സ്പെഷ്യൽ വിഭവങ്ങളുടെ മൂക്ക് തുളച്ചു കയറുന്ന ഗന്ധം. രാവിലെ വൈകി തന്നെയാണ് ഹിഷാമും ടീം എണീറ്റത് തന്നെ. അത്രയും സുഖകരമായൊരു ഉറക്കം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലൊരു മനോഹരമായ രാത്രിയും പുലരിയും. എണീറ്റതെ ഒരു റൗണ്ട് വീടും പരിസരവും നടന്നു കണ്ടു. അതിനിടയിൽ താൻ വരാതെ പുറത്തേക്കങ്ങ് പോരുതെന്ന് കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ട് മുനീറും പോയി. കഴിക്കാനുള്ള ഭക്ഷണവുമായി അവൻ തിരികെ വരുമ്പോൾ അവനൊപ്പം അവനാ പറഞ്ഞു പേടിപ്പിച്ച വീട്ടുകാർ കൂടിയുണ്ട്. പക്ഷേ മുനീർ പറഞ്ഞപ്പോഴുള്ള ഭയം അവരെ കാണുമ്പോൾ തോന്നിയില്ല. അത്രമേൽ സൗഹൃദത്തോടെ അവർ തങ്ങളെ ഹിഷാമിനും കൂട്ടർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി. മൂത്തവൻ അൻവർ, അവന് താഴെയുള്ളവൻ അഫ്സർ, ഏറ്റവും ഇളയവൻ അജ്മൽ. കൂട്ടത്തിൽ ഏറ്റവും ഗൗരവം ഇളയൻ അജ്മലിന് തന്നെയാണെന്ന് അവർക്ക് ആ നിമിഷം തോന്നി. വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ അതിഥികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ പിന്നെ ശല്യം ചെയ്യാതെ പോയതാ. മണവാളം കൂടിയായ അഫ്സലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ വരെ പറഞ്ഞ പോലും ഇല്ലാത്ത ഹിഷാമും കൂട്ടരും അമ്പരപ്പോടെ ചുറ്റും നോക്കി. എന്തായാലും പരിപാടി നമുക്ക് ഉഷാറായി കിട്ടണം. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കുറച്ചൊക്കെ പ്രോഗ്രാമിന്റെ വീഡിയോ മുനീർ ഭായി ഞങ്ങളെ കാണിച്ചു. ആ നിമിഷം തന്നെ ഞങ്ങളുടെ ഈവനിങ് ഗ്രാൻഡ് ആക്കാൻ നിങ്ങൾ തന്നെ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഓക്കെ അല്ലേ? അനിയന്റെ കല്യാണം ഉഷാറായിക്കട്ടെ എന്നൊരു ഏട്ടന്റെ മനസ്സോടെ അൻവറും പറഞ്ഞു. ആർക്ക് കൈ കൊടുത്ത് ഉറപ്പൊടുക്കുമ്പോഴും ഒന്നുമിണ്ട ആ ഗൗരവത്തോടെ നിൽപ്പുണ്ട് കൂട്ടത്തിലെ ഏറ്റവും ചെറിയവൻ. പെട്ടെന്ന് തന്നെ അവർ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. 6 മണിയോടെയാണ് ഹിഷാമിന് പരിപാടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന്റെ അവസാനം എനിക്ക് പണികളുമായി അവരങ്ങ് തിരിയുമ്പോൾ ഞാൻ അവിടുന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുനീറും പോയി. ഇത്രയും ദൂരെ നിന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ തങ്ങളെ വിളിച്ചു വരുത്തിയവരെ നിരാശപ്പെടുത്തരുതെന്ന വാശിയുള്ള പോലെ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് തന്നെ അവർക്ക് കൊടുക്കണമെന്നൊരു ഉറപ്പോടെ അവർ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കുളിയും ഒരുക്കങ്ങളും കഴിഞ്ഞ് പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടെ 5:30 മണിക്ക് ശേഷം ഹിഷാമും നവീനും കാർത്തിയും ആൽബിയും ആ ഔട്ട് ഹൗസിൽ നിന്നും രാജകീയ പ്രൗഢിയോടെ ഒരുങ്ങി നിൽക്കുന്ന വീടിന്റെ മുറ്റം കടന്നു ചെന്നു. അവരന്നുവരെയും കാണാത്തത്രയും വിപുലമായ ഒരുക്കങ്ങളുണ്ട് അവിടെയും. സ്റ്റേജിലൊക്കെ റോയൽ ലുക്ക്. അതിന്റെ ഒരു ഊർജ്ജത്തോടെ തന്നെയാണ് അവർ 4 പേരും സ്റ്റേജിലേക്ക് കയറി നിന്നു. ചുറ്റും നിറയുന്ന പോസിറ്റീവ് വൈബ്. ഒരേ കളറിൽ ഒരേ പാറ്റേൺ ഡ്രസ്സുമായി 4 പേരും നിരനിൽക്കുമ്പോൾ അവരെ അറിയാവുന്നവർ ഉറക്കെ ആർത്തി വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചു. ചെറിയൊരു പരിചയപ്പെടുത്തൽ. മുനീറിനെ കൂടി സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് വരാനൊരു അവസരം തന്നതിന് നന്ദി അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി തുടങ്ങിയാലോ എന്നൊരു ചോദ്യത്തോടെ ഹിഷാം റെഡിയായി മുന്നോട്ട് വരുമ്പോൾ നവീൻ, കാർത്തി, ആൽബി അവരുടെ ജോലിയുമായി റെഡിയാണ്. അവിടെയുള്ളവരുടെ ടേസ്റ്റ് മുനീറിനോട് ഹിഷാം ആദ്യം തന്നെ ചോദിച്ചറിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പ്രശസ്തമായ ആൽബം പാട്ടാണ് ഹിഷാം സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. സ്വയം മറന്നു പാടി തുടങ്ങി അവനെ നോക്കി ആ സ്വരമാധുര്യത്തിൽ അലിഞ്ഞു ലയിച്ചും അവരെങ്ങനെ ശ്വാസം പിടിച്ചിരിക്കെ ഒരു ദേവത പോലെ ഒഴുകിയിറങ്ങി വന്നൊരുവൾ. ഹിഷാമിന്റെ കണ്ണുകൾ അവളിൽ മാത്രം ഉടക്കി നിന്നു. അതുവരെ അവൻ ആരിലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് അവൾക്ക്. തീത്തുള്ളി കളറിൽ ഒരു ചുരിദാറാണ് അവളുടെ വേഷം. അവൻ അന്നുവരെയും കാണാത്തൊരു ഭംഗിയോടെ ആരോടൊക്കെയോ ചിരിച്ചും പറഞ്ഞ് മുന്നോട്ട് വരുന്നവൾ. കാറ്റിൽ പറന്നു കളിക്കുന്ന തട്ടത്തെ പിടിച്ചടക്കി അവളങ്ങനെ ഒഴുകി വരികയാണെന്ന് പോലും അവനപ്പോൾ തോന്നി. സ്വയം മറന്നുകൊണ്ട് അവൻ പാടിയ ഓരോ വരികളും പിന്നെ അവൾക്കുള്ളതായിരുന്നു. അത്രയും ഹൃദയഹാരിയായി അതൊക്കെയും. കണ്ണുകൾ അവളിൽ മാത്രം കൊരുത്തു. നടന്നു വന്നിട്ട് അവൾ സ്റ്റേജിൽ അവരെ നന്നായി കാണാവുന്നിടത്ത് നിൽക്കുമ്പോൾ ഹിഷാമിന്റെ നെഞ്ചെങ്ങനെ അതിവേഗം മിടിക്കുന്നുണ്ട്. ഒരുപാട് ആരാധകരുടെ ഹൃദയം കവർന്നെടുത്തവൻ. പക്ഷെ അവനെന്ന് ആദ്യമായിട്ടാണ് സൗഹൃദത്തോടെ അല്ലാതെ ഒരു പെൺകുട്ടിയെ നോക്കുന്നത്. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണുകൾ അവൾക്ക് ചുറ്റും അങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. കണ്ണിമച്ചിമാതെ നോക്കി നിൽക്കാൻ തോന്നുന്ന ഒരു ഭംഗി, നോക്കി നിൽക്കാൻ സന്തോഷം നൽകുന്ന ഒരു പ്രത്യേക വൈബ് അവൾക്ക് ചുറ്റും. അതിന്റെ എനർജി മുഴുവൻ അവന്റെ ആ പാട്ടിലുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞ് അവളെ നോക്കി ആൾക്ക് വേണ്ടി മാത്രം എന്ന പോലെ അവൻ ആ പാട്ട് പാടി നിർത്തുമ്പോൾ ചുറ്റും ഉയർന്നു കേൾക്കുന്ന അംഗീകാരത്തിന്റെ കയ്യടികൾ. എന്താടാ? അവന്റെ ചിരിയും നോട്ടമെല്ലാം കണ്ടിട്ട് നവി പതിയെ ചോദിച്ചു.
ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെ ഹിഷാം ഒന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചു. പക്ഷേ ഇതുവരെയും തോന്നാത്ത അറിയാത്ത എന്തോ ഒന്ന് അപ്പോൾ മുതൽ അവന്റെ ഹൃദയത്തിൽ അങ്ങനെ കൂടുകൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ പ്രണയം ചാലിച്ച ഗാനത്തിനൊപ്പം തന്നെ കോർത്തിണക്കി അവൻ വീണ്ടും പാട്ടുപാടി. അപ്പോഴെല്ലാം കണ്ണുകൾ ഇടയ്ക്കിടെ അവളെ തിരഞ്ഞു. ആ ആൾക്കൂട്ടത്തിൽ അവളങ്ങനെ ഒഴുകിപ്പറന്ന് നടക്കുമ്പോൾ അന്ന് അവൻ പാടിയതൊക്കെയും അവൾക്ക് വേണ്ടിയെന്നതുപോലെയായിരുന്നു. അത്രമേൽ പ്രണയം നിറച്ചുകൊണ്ടവൻ അവൾക്ക് നീട്ടിയ ഗിഫ്റ്റ്. ജീവിതത്തിൽ ഇന്നുവരെയും ഇത്രയും സന്തോഷത്തിൽ താനൊരു സ്റ്റേജ് എൻജോയ് ചെയ്തിട്ടില്ലെന്ന് തോന്നും വിധമാണ് അവൻ അന്നത്തെ അവസാന പ്രണയഗാനവും പാടി നിർത്തിയത്. 11 മണിയോടെ അത് അവസാനിച്ചു. അന്നത്തേത് മാത്രം. ഇനി നാളെയും മറ്റന്നാളും കൂടിയുണ്ട്. ഹൃദയം അവിടെ നിന്നും തിരികെ പോരാൻ കൂട്ടാകാതെ വാശി പിടിക്കുന്നത് ഒട്ടൊരു പിടപ്പോടെയാണ് ഹിഷാം മനസ്സിലാക്കിയത്. ഒറ്റ കാഴ്ച കൊണ്ട് തന്റെ ഹൃദയതാളം തെറ്റിച്ചവളെ ഒരു വട്ടം കൂടി കാണാൻ കൊതിയോടെ അവനും തിരിഞ്ഞു. പക്ഷേ അവിടെയും അവളെ കണ്ടില്ല. നീ ആരുടെ ഹിഷാമെ നോക്കുന്നത്? തിരികെ സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോൾ കാർത്തി ചോദിച്ചു. ഞാൻ മുനീറിനെ നോക്കിയടാ. അവനൊന്ന് പകച്ചു പോയെങ്കിലും അവനൊന്ന് മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവർക്കൊപ്പം തിരിഞ്ഞടന്നു. പക്ഷെ അപ്പോഴും കണ്ണു മനസ്സും അവളെ തേടുന്നതിൽ നിന്നും പുറത്തു വന്നതുമില്ല. ഡാ ഹിഷാമെ, നിനക്കെന്താ പറ്റി? വയ്യേ? ഇനിയിപ്പോ കടൽ കാറ്റടിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ചോദ്യത്തോടെ കാർത്തി വന്നിട്ട് അവന്റെ അടുത്തിരുന്നു. ഏയ്, എനിക്കെന്ത് കുഴപ്പമൊന്നുമില്ലടാ. ഹിഷാം കിടക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. അവനൊരു വെപ്രാളമുണ്ടെന്ന് കാർത്തിക്ക് തോന്നും വിധം അവന്റെ മുഖത്തൊരു പകപ്പുണ്ട്. സാധാരണ പ്രോഗ്രാം കഴിഞ്ഞു വന്നാൽ അവരെക്കാൾ വേഗത്തിൽ കുളിയും കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവുന്നവരാണ് അന്ന് കുളിക്കാൻ പോലും നിൽക്കാതെ വന്ന് കിടക്കുന്നത്. 3 പേരും കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പിയും ഇട്ട് കുടിച്ചിട്ടും അവൻ എഴുന്നേറ്റിയെന്നില്ല. എന്താടാ, എന്താ അവന് എന്ന് ചോദിച്ചുകൊണ്ട് നവ്യ ആൽബിയും കൂടി അങ്ങോട്ട് ചെന്നു. നിങ്ങൾക്ക് ഇതെന്താ? എനിക്കൊന്നുമില്ല. ഇന്ന് വല്ലാത്ത ക്ഷീണം തോന്നി, അങ്ങനെ വന്ന് കയറി കിടന്ന. അല്ലാതെന്താ? 3 കൂടി കുടയുന്നായപ്പോൾ ഇഷാൻ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റു. 3 പേരുടെയും നെറ്റി വിളിഞ്ഞു. പെട്ടെന്നൊന്ന് നേരം പുലർന്ന് വീണ്ടും ആ സ്റ്റേജിൽ എത്തിപ്പെടാൻ പറ്റിയെങ്കിൽ, അവളെ ഒരിക്കൽ കൂടി കാണാൻ പറ്റിയെങ്കിൽ, അവൾ നോയിക്കൊണ്ട് മാത്രം പ്രണയം പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അത്രയും നാളില്ലാത്ത വിധം അവനിൽ ആഗ്രഹങ്ങൾ പൂവിട്ടുടങ്ങിയിരുന്നു. അപ്പോൾ മുതൽ ആ ഒരു മോഹത്തോടെ തന്നെയാണ് അവൻ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയത്. നീ ഇന്നലെ ഞങ്ങളറിയാതെ കള്ളുവല്ലതും അടിച്ചു കയറ്റിയിരുന്നോടാ. അതിരാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി ഏതോ സ്വപ്നത്തിൽ എന്ന പോലെ നിൽക്കുന്ന ഈ ഷാമിനെ കാണുമ്പോൾ കാർത്തിക് ചെറുതല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. കാരണം അവനെ അങ്ങനെ അവരാരും തന്നെ കാണാറേ ഇല്ലായിരുന്നു. എപ്പോഴും കൂടെയുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്നത് പോലൊരു മനോഭാവമാണ് അവന്. ഇതിപ്പോ വരാനൊട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും ഇങ്ങോട്ട് വന്ന മുതൽ അവൻ ഉഷാറായിരുന്നു. സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇന്നലെ ആ സ്റ്റേജിൽ കയറിയത്. ഏറ്റവും മനോഹരമായിരുന്നു അവന്റെ പെർഫോമൻസ്. ചുറ്റും ഒരുപാട് ആളുകൾ കൂടി വന്നവനെ പ്രശംസിക്കുകയും ചെയ്തു പോയതാണ്. മൊത്തത്തിൽ എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും പ്രശ്നമെന്ന് തോന്നുന്ന വിധത്തിൽ യാതൊന്നും അവിടെ സംഭവിച്ചതായി അവനോ ബാക്കി 2 പേർക്കും അറിയില്ല. പക്ഷേ ചെക്കന് പൊട്ടം കടിച്ച പോലൊരു മട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചെന്നിട്ടിപ്പോ ചോദിച്ചാലും ഒന്നുമില്ലെന്ന് പറയാൻ തന്നെയാണ് സാധ്യത എന്ന് കണ്ടതും കാർത്തി അവന്റെ അരികിലേക്ക് പോയില്ല. എന്നാൽ കൂട്ടുകാരന്റെ മനസ്സിലേക്ക് ഒരു മുഹബത്തിന്റെ ഇശലുമായി ഒരു മൊഞ്ചത്തി കുട്ടി വന്നു കയറിയ കാര്യം അവരൊരിക്കലും പ്രതീക്ഷിച്ചതുമില്ല. ഈ സോങ് നിന്റെ മാസ്റ്റർ പീസ് ആയിട്ടല്ലേടാ. എവിടെ ചെന്നാലും നിനക്ക് ഏത് നിമിഷവും പെട്ടെന്ന് എടുത്തിട്ട് അറക്കാൻ പറ്റും. നിനക്ക് നന്നായിട്ട് വഴങ്ങുന്ന പാട്ട് അതല്ലേ നിന്റെ കണ്ടുപിടുത്തം. എന്നിട്ടിപ്പോ ഇന്നത് വേണ്ടാന്നോ? ഇതെന്ത് കഥ? ആൽബി ആശ്ചര്യത്തോടെ ഇഷാമിനെ നോക്കി. എടാ, അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച്. 3നെയും വശപ്പിച്ചേക്ക് നിറഞ്ഞ് നോട്ടം കണ്ടതും ഇഷാം ഒന്ന് പതറി. അന്നത്തേക്ക് വേണ്ട പാട്ടിന്റെ റിഹേഴ്സലിന് ഇരുന്നാണ് 4 പേരും. പിന്നെ എന്താണോ സാറ് ഉദ്ദേശിച്ച്? നവ്യ അവനെ കളിയാക്കി. ശരി, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്തു പോരെ? അവരുമായി ഒരു തർക്കമുണ്ടായാൽ നിഷ്പ്രയാസം അവർ 3 കൂടി തന്റെ മനസ്സിലുള്ള കള്ളത്തിനും തോണ്ടി പുറത്തിടുമോ എന്നൊരു ഭയത്തോടെ ഹിഷാം ആദ്യം തന്നെ തോൽവി സമ്മതിച്ചു കൊടുത്തു. സത്യത്തിൽ മറ്റാരുമായും പങ്കുവെക്കാൻ തോന്നാത്ത അവനേറെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്വകാര്യ സ്വപ്നം പോലെയാണ് ഇന്നലെ ഒരൊറ്റ കാഴ്ച കൊണ്ട് ഹൃദയത്തിലേക്ക് കയറി വന്നവൾ. എന്താണ് മോനെ നിനക്കൊരു പരിങ്ങല്? ഞങ്ങളറിയാത്ത ചുറ്റിക്കളി വല്ലതും ആണോ? ആൽബി കണ്ണുരുട്ടിക്കൊണ്ട് ഹിഷാമിനെ നോക്കി. പിന്നെ ചുറ്റിക്കളി? അത് ഇവന് അതിസുന്ദരികളായ പെൺകുട്ടികൾ നേരെന്ന് ഇന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാലും ഒരു ചെറിയ ചിരിയോടെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എസ്കേപ്പ് ആവുന്ന ഇവന് ചുറ്റിക്കളി. അതും ആരും അറിയാതെ നീ നടക്കുന്ന കാര്യമെല്ലാം പറയാ ആൽബി. കാർത്തി ആ വാദം തുടക്കത്തിൽ തന്നെ തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഷാമിന് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ടി വന്നില്ല. വീണ്ടും അവർ റിഹേഴ്സലിന്റെ തിരക്കിലേക്ക് അലിഞ്ഞു. പക്ഷേ ഹിഷാം എന്ന ഏത് പാട്ട് സെലക്ട് ചെയ്തപ്പോഴും ചുവപ്പ് കളറിലൊരു തട്ടം വലിച്ചിട്ടുകൊണ്ട് 2 നീളം മിഴികൾ അവനുള്ളിൽ നിറഞ്ഞു. തെരഞ്ഞെടുത്ത പാട്ടുകൾക്കൊക്കെയും അന്ന് മുൻപില്ലാത്ത വിധം പ്രണയത്തിന്റെ മാത്രം ഈണമായിരുന്നു, ഭംഗിയായിരുന്നു. ഡാ ഹിഷാമെ, തീർന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആൽബി കയറി ചെന്നപ്പോഴും ഹിഷാം കണ്ണാടിക്ക് മുമ്പിൽ തന്നെയാണ്. റോയൽ ബ്ലൂ ഷർട്ടും ഓഫ് വൈറ്റ് കളർ പാന്റും എന്നുമില്ലാത്ത പോലെ ചെക്കനെന്ന കാര്യമായി തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. തോന്നലല്ല, ശരിക്കും നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. വാതിൽക്കൽ നിന്നുകൊണ്ട് ആൽബി പറഞ്ഞപ്പോൾ മാത്രമാണ് ഹിഷാം അവനെ കണ്ടു തന്നെ.
അതോടെ അവനൊരു ചമ്മലായി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് പോലും അവൻ അറിയില്ലെന്നാണ് സത്യം. ഇന്ന് അവളെ കണ്ടേക്കുമെന്നൊരു തോന്നൽ, ഏറ്റവും മനോഹരമായ അവൾക്ക് മുമ്പിൽ അവളോളം ഭംഗിയോളം തന്നെ ചെന്ന് നിൽക്കണമെന്ന് തോന്നൽ, ഇതൊക്കെ കൂടി തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. സത്യം നീ എന്നോട് പറയണം മോനീഷാമേ, എന്താണ് നിനക്ക് പറ്റിയേ? ആൽബി വീണ്ടും അവനോട് അടുത്തുകൂടി. നീ ഒന്ന് പോയാ ആൽബി, ഇന്നലെ തുടങ്ങിയത് എല്ലാവർക്കും, എനിക്കെന്ത് പറ്റാൻ? നല്ലൊരു പാൻറ്റും ഷർട്ടും ഇട്ട് ഒരുങ്ങിയതാണോ ഇപ്പൊ നീ കണ്ടുപിടിച്ച കുറ്റം? അതാ പിന്നെ ഞാൻ ഒന്നുകൂടെ സ്റ്റേജിൽ കയറി പാടണം. ഇങ്ങനെ വരുന്നുണ്ട്, നീ വാ, ഇപ്പൊ തന്നെ നേരെ വൈകി. ആൽബിയെ കൂടുതലൊന്നും പറയാൻ അവസരം കൊടുക്കാതെ അവനോട് അങ്ങോട്ട് തട്ടിക്കയറിക്കൊണ്ട് ഇഷാം വേഗം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാണാത്ത കോപ്രായങ്ങൾ കാണുമ്പോൾ ആരെങ്കിലും ചോദിച്ചു, അതിനിങ്ങനെ ചാടിത്തുള്ളിയിട്ട് കാര്യമില്ല, ഞാൻ കണ്ടുപിടിച്ചോളടാ കള്ള. പിരിവിരുത്തുകൊണ്ട് ആൽബി അവനൊപ്പം ചെന്നു. ഹാളിൽ പോവാൻ റെഡിയായി നിൽക്കുന്ന നവിയും കാർത്തിയും ഇറങ്ങി ചെല്ലുന്ന ഇഷാമിനെ കണ്ട് ഞെട്ടിപ്പോയി. ചെക്കൻ വല്ലാതെ മൊഞ്ചനായത് കണ്ട് അവരുടെയും മുഖം ചുളിഞ്ഞു. വാ, നേരം പോണ്. വീണ്ടും വല്ലാതെ ധൃതി കാണിച്ചുകൊണ്ട് വേഗം മുന്നോട്ട് നടക്കുന്നവൻ. അവന് പതിവില്ലാത്ത വിധം എന്തൊക്കെയോ മാറ്റങ്ങൾ. പിന്നിലുള്ള ആൽബിയുടെ നേരെ കൈകൊണ്ട് എന്തെന്ന് ആംഗ്യം കാണിച്ചു കാർത്തി. എനിക്കറിയില്ലെന്ന് അവൻ കൈമലർത്തി കാണിക്കുകയും ചെയ്തു. എന്തായാലും പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കാതെ ഇഷാമിന് പുറകെ തന്നെ അവരെല്ലാം ഓടിക്കൂടി. കല്യാണം വീണ്ടും മുറ്റത്തേക്ക് കയറിയപ്പോൾ മുതൽ വരുതിയിൽ നിൽക്കാത്ത വിധം ഇടിച്ചുള്ളുന്ന തന്റെ മനസ്സ് അത് തന്നെ ഒറ്റക്കൊടുക്കുമോ എന്നൊരു ഭയത്തോടെയാണ് ഇഷാം മുന്നോട്ട് നടന്നത്. കണ്ണുകൾ അപ്പോഴും ഇടതടവില്ലാതെ ഇടം വരം തുടിച്ചുകൊണ്ടിരിക്കുന്നു. ആളെ തേടുകയാണ്. തലേന്നുള്ളതിനേക്കാൾ ഗംഭീരമായിരുന്നു അന്നത്തെ സദസ്സ്. കാത്തിരിക്കുന്നവരെ കയ്യിലെടുക്കാൻ ഒരു അടിപൊളി പാട്ടുമായി ഇഷാം റെഡിയായി. പക്ഷേ ഉള്ളിലൊരു നിരാശ നിറയുന്നുണ്ടോ? ഇന്നലെ കണ്ടപോലൊരു മിന്നലൊളി, അത് ഇന്നും വേണമെന്നൊരു വാശി. നൂറുകണക്കിന് ആളുകൾ, അവരുടെ സാന്നിധ്യം, കയ്യടികൾ. പക്ഷേ അവനൊരു നിമിഷം ശൂന്യമായതുപോലെ. 1000 ദീപങ്ങൾ ഒന്നിച്ച് കത്തിച്ച് നിന്നാലും ചിലപ്പോൾ പ്രകാശം കിട്ടണമെന്നില്ല. അതിനാഗ്രഹിക്കുന്ന ഒരൊറ്റ ദീപം തെളിയണമെന്നുള്ള പ്രണയത്തിന്റെ നിയമം അവനിൽ പടർന്നു തുടങ്ങിയിരിക്കുന്നു, അവൻ പോലും അറിയാതെ. അത്രയും ആളുകൾക്കിടയിൽ അവന്റെ ഉള്ളും ഉയരും തേടുന്നത് അവളെ മാത്രമാണ്. ആവേശത്തിൽ അവൾ കൊടുക്കാനുള്ള ഗിഫ്റ്റ് പോലെ കൊണ്ടുവന്ന പ്രണയം തുടിക്കുന്ന ഗാനത്തിന്റെ തുടക്കത്തിൽ ഉള്ളിലെ സംഘർഷം കൊണ്ടാണോ എന്തോ അവൻ ഉദ്ദേശിച്ച പോലെ ആവുന്നില്ല. നവീൻ, കാർത്തി, ആൽബിയും പരസ്പരം നോക്കി. അവർക്ക് അവന്റെ മാറ്റം പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ. പക്ഷേ തൊട്ടടുത്ത നിമിഷം തലേന്ന് തീതുള്ളി പോലൊരു ചുവന്ന ചുരിദാറിൽ അവനുള്ളിലേക്ക് നടന്നു കയറിയവൾ അന്ന് പക്ഷേ മഞ്ഞ് പോലൊരു തൂവെള്ള ചുരിദാറിലാണ്. കൂട്ടുകാർക്കിടയിൽ തന്നെ നോക്കി നിൽക്കുന്നവൾ, സിരകളിൽ പടർന്നു കയറിയ ഊർജം. ഇഷാം വീണ്ടും അവൾക്കായി പാടി. അവളെ നോയിക്കൊണ്ട് മാത്രം പാടി. ഇടയ്ക്കിടെ കൂടെയുള്ളവരോട് സംസാരിച്ചുകൊണ്ടും തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ കാണുമ്പോഴൊക്കെയും കാരണമില്ലാത്തൊരു സന്തോഷം അവനെ പൊതിഞ്ഞു. അതിന്റെ സന്തോഷം ഈണത്തിൽ അവനിൽ നിന്നൊഴുകി. തലേന്നുള്ളതിനേക്കാൾ ഗംഭീര പ്രകടനം, മൊത്തത്തിൽ പ്രണയം നിറഞ്ഞിൽക്കുന്ന ഗാനങ്ങൾ, ഗസൽ. അവനൊപ്പം കട്ടക്ക് പിടിച്ചിരുന്നുകൊണ്ട് അവന്റെ കൂട്ടുകാരും. ഇഷാമേ, പരിപാടി കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നിൽ നിന്ന് മുനിയന്റെ വിളി കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവന് പിന്നിൽ ഒരു പട പെൺകുട്ടികളുണ്ട്. പരിചയപ്പെടാമെന്നാണ്. അവർക്കതൊക്കെ പരിചിതമാണ്. ഇതൊക്കെ നിന്റെ ആരാധകരാ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. നിന്നെ ആരാ കൊണ്ടുവന്നതെന്ന് അറിഞ്ഞ മുതലേ എനിക്ക് പിറകെ കൂടിയാടാ. നിങ്ങളെ സംസാരിക്കും, ഞാൻ പോരാ. അതും പറഞ്ഞുകൊണ്ടൊരു ചിരിയോടെ മുനീർ അവിടെ നിന്നും പോയി. ഗാനത്തെക്കുറിച്ചും അതിന്റെ സെലക്ഷനെ കുറിച്ചും പിന്നെ പെർഫോമൻസിനെ കുറിച്ചുമൊക്കെ അവരങ്ങനെ പറഞ്ഞ് തകർത്തു. പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാ വീഡിയോ കാണാറുണ്ട്, ഷോ നേരിട്ട് കാണാൻ വലിയ ആഗ്രഹമായിരുന്നു, അത് കാണാൻ കഴിഞ്ഞാൽ സന്തോഷം എന്നിങ്ങനെ ഹൃദയം നിറയുന്ന അഭിനന്ദനങ്ങൾ. ഇഷാം നേരത്തെ ഒരു ചിരിയോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഒതുക്കി വിടുമ്പോൾ കൂടെയുള്ളമാർ കിട്ടിയ അവസരം പരമാവധി മുതലാക്കുന്നുണ്ട്. ചിലർക്കൊക്കെ സെൽഫി വേണം, അതും സാധിപ്പിച്ചു കൊടുത്തു. നീ എന്താ മെഹ്റു ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്? ഇങ്ങ് വാ, നീയല്ലേ ഇഷാം അലിയുടെ മെയിൻ ഫാൻ ഗേൾ, എന്നിട്ടിപ്പോ നിനക്കൊന്നും പറയാനില്ലേ? പാടി ഇങ്ങോട്ട് എന്നൊരു ചോദ്യത്തോടെ ഒരു പെൺകുട്ടിയെ മുന്നിലേക്ക് വലിച്ചു നീക്കുമ്പോൾ ശ്വാസമെടുക്കാൻ കൂടി മറന്നെന്ന പോലെ ഇഷാം അവളെ നോക്കി. ഫാത്തിമ മെഹർ. ഒരൊറ്റ കാഴ്ച കൊണ്ട് അവന്റെ ഹൃദയത്തിലേക്കും പിന്നെ പ്രണയത്തിലേക്കും ഇടിച്ചു കയറി ചെന്നവൾ. അവളാണ് മുന്നിൽ. ഇഷാം കണ്ണിമ ചിമ്മാതെ അവളെ തന്നെ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.